നമ്മൾ തന്നെ ഈ റോഡിൻ്റെ വാർത്ത കുറേ തവണ ചെയ്തതാണ്. വെള്ളമുണ്ട പടിഞ്ഞാറത്ര പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന 8 കിലോമീറ്റർ നീളമുള്ളൊരു റോഡാണ്. 2020 പണി തുടങ്ങിയതാണ്. പ്രധാനമന്ത്രി ഗ്രാമീൺ സഡക് യോജന PMGSY പദ്ധതിയിൽ ഫണ്ട് അനുവദിച്ചതാണ്. ഈ 4 വർഷം കൊണ്ടും ഈ 8 കിലോമീറ്റർ റോഡ് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും ആകെ പൊളിച്ചിട്ട അവസ്ഥയിലാണ്. ഈ മഴക്കാലത്തും ഇവിടുത്തെ നാട്ടുകാർ, ആയിരക്കണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന ഒരു റോഡാണ്. അവർ ഈ മഴക്കാലത്തും ഇതിൻ്റെ ദുരിതം മുഴുവൻ അനുഭവിക്കേണ്ട അവസ്ഥയിലാണ്. പുളിഞ്ഞാലുകാർക്ക് മടുത്തു. റോഡ് പണി പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് മുട്ടാത്ത വാതിലുകളില്ല. അധികൃതരെല്ലാം പരസ്പരം പഴിചാരുകയാണ്. ഇവിടുത്തെ രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും പറഞ്ഞാൽ അവർക്കൊന്നും മനസ്സിലാവും. ഇതൊക്കെ ഇങ്ങനെ പോകും എന്നുള്ളതാണ് അവരുടെ നിലപാട്. ആർക്കായാലും ഏത് പക്ഷമായാലും, ഏതെങ്കിലും ഒരു പക്ഷം ഞാൻ പറയുന്നില്ല. ഇതിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരമാണ് ഇവർ. പാവപ്പെട്ട ജനങ്ങൾ അല്ലെങ്കിൽ സാധാരണക്കാരായ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ, വണ്ടിയുള്ള ആൾക്കാർക്ക് എങ്ങനെയെങ്കിലും പോവാം. ഈ മഴയത്ത് നിങ്ങളിവിടെ വന്നിരുന്നെങ്കിൽ ഇവിടെ ശരിക്കും നമ്മൾ കണ്ടം ചേറ് കൂട്ടിയിട്ടുണ്ട്. അതേപോലെ ഉണ്ടായിരുന്നു ഇവിടെ. അത്രയും ഭീകരമായ അവസ്ഥ. റോഡിന്റെ കരാറുകാരും കുടിവെള്ളത്തിന് പൈപ്പിടുന്നവരും കൂടി നാട്ടുകാരുടെ ജീവിതം കട്ടപ്പുകയാക്കുകയാണ്. റോഡ് പണിക്കാർ പറയുന്നത് പൈപ്പിൻ്റെ പണി കഴിയണമെന്ന്. പൈപ്പിൻ്റെ പണിക്കാർ പറയുന്നത് അവരിങ്ങനെ ഓരോ ദിവസം കഴിയുന്നവരും ഇങ്ങനെ ജോയിൻ്റ് അടിക്കണം, അങ്ങനെ ആക്കണമെന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കിയിരിക്കുക. ഞങ്ങളുടെ കാര്യം കട്ടപ്പുകയായി. കാരണം വണ്ടിക്ക് എല്ലാ ദിവസവും കിട്ടുന്ന 90% വർക്ക്ഷോപ്പിൽ കൊടുക്കാനേ ഉള്ളൂ. പക്ഷേ ഇവിടെയുള്ള ജനങ്ങൾ ഞങ്ങൾക്ക് വെറുപ്പിക്കാൻ പറ്റുള്ളൂ. ജനങ്ങളെ ഞങ്ങൾക്ക് കൊണ്ടുവിടണ്ടേ. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് പേരിങ്ങനെ അങ്ങും ഇങ്ങും അങ്ങനെ ഈ സ്ഥിരമായിട്ട് ഓട്ടം. പുളിഞ്ഞാലങ്ങാടിയിലെ കച്ചവടക്കാരുടെ ജീവിതമടക്കം വഴിമുട്ടി. കച്ചവടത്തിന് ഇവിടെ കച്ചവടം ഇല്ല. വളരെ ഇതല്ലേ ഈ കാണലെങ്ങൾ, ഒരു കച്ചവടം ഇല്ല. വളരെ കുറവായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ഇത് ദിവസം തൊഴിലല്ലെന്ന് പറഞ്ഞ് ദിവസം വന്ന് തുറക്കുക, കടത്തിലേക്ക് ഇങ്ങനെ നീങ്ങി പോവുക, അത് തന്നെ. അതായത് റോഡിങ്ങനെ ആയതുകൊണ്ട് ആരും വരുന്നില്ല. അല്ലാണ്ട് അത്യാവശ്യം വിദേശികളൊക്കെ വന്നുകൊണ്ടിരുന്ന സ്ഥലം ഇത്. ഇപ്പോൾ ആരും ഇങ്ങോട്ട് വരുന്നില്ല. മഴ ശക്തിയായാൽ മുതിർന്നവർ എങ്ങനെ പണിക്ക് പോകും? മക്കളെങ്ങനെ സ്കൂളിൽ പോകും? ചെളിയിൽ നീന്തുകയല്ലാതെ മാർഗമില്ല. മാതൃഭൂമി ന്യൂസ്, വയനാട്.